ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഉന്നക്കായ ഉണ്ടാക്കാം. ഇത് ഇഫ്താറിന് ഉണ്ടാക്കിയ വീഡിയോ ആണ്. 2 ദിവസം മുന്നേ ഉണ്ടാക്കിയതാണ്, പക്ഷേ എഡിറ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ബനാന സ്റ്റീം ചെയ്യാൻ വെക്കാം കേട്ടോ. പിന്നെ മുറിച്ചിട്ട് 2 പീസാക്കിയിട്ട് വെച്ചാൽ എളുപ്പത്തിൽ സ്റ്റീമായി കിട്ടും. ഏകദേശം സ്റ്റീമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഫില്ലിങ്ങിൻ്റെ പരിപാടി നോക്കാം. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഇനി നമുക്കൊരു ബൗൾ എടുക്കാം കേട്ടോ. അതിലോട്ടേക്ക് ഒരു 10 മുട്ട ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടത് ബീറ്റ് ചെയ്യണം. പിന്നെ അതിലോട്ടേക്ക് ഒരു 1 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 5 കാർഡമം ക്രഷ് ചെയ്തിട്ടോ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസ്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ആ സമയം കൊണ്ട് നമ്മൾ ബനാന ഏകദേശം നല്ലോണം സ്റ്റീമായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലോണം മാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഫുഡ് പ്രോസസ്സറായിട്ടോ എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ നന്നായിട്ട് മാഷ് ചെയ്ത് കിട്ടുന്നുണ്ട്. എല്ലാ ഭാഗത്തും നല്ലോണം വെന്ത് നല്ലോണം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ടത് ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം കേട്ടോ. കണ്ടോ, നല്ലോണം നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെക്കുക. ചൂടാകുമ്പോൾ കുറച്ച് ഗീ, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. അതൊന്നായി വരുമ്പോൾ 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു എഗ്ഗിൻ്റെ ഇതില്ലേ ഫില്ലിങ്ങിൽ അതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് വെക്കുക. ഇനി നമുക്ക് ഉന്നക്കായ ഉണ്ടാക്കാം. എളുപ്പമാണ്. ഉന്നക്കായ ഇങ്ങനെ ഉരുട്ടി ഒരു നടുവിൽ നമ്മൾ ആ ഫില്ലിങ് വെച്ച് ഉരുട്ടി ഒരു സിലിണ്ടറിക്കൽ മോഡലിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഉന്നക്കായും ചെയ്തെടുക്കാം. വളരെ എളുപ്പമാണ്. നല്ല ബനാന ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല ഉന്നക്കായ കിട്ടും. അപ്പോൾ എന്തുകൊണ്ടോ സാധാരണ എപ്പോഴും എൻ്റെ ഉന്നക്കായ അത്ര ശരിയാവാറില്ല. ഇന്നെന്തോ ശരിയായി. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. കുറച്ച് ഓയിൽ ഒഴിക്കുക. ചൂടാകുമ്പോൾ പതുക്കെ ഇട്ട് കൊടുക്കുക. അന്ന് ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കത് എടുത്ത് മാറ്റി വെക്കാം. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഫ്താറിന് പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ അത്.